ഈ കാഴ്ച എന്ന് പറയുന്നത് നമുക്കിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ഒരു തലമുറ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം യുവാക്കൾ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഇത് മഞ്ചേരി നറുകരയിലെ മാസ്കോട്ട് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ കീഴിൽ ഇവിടെയുള്ള കുറച്ച് യുവാക്കൾ കൂടിച്ചേർന്ന് അവരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായി കാണുന്ന കാഴ്ച സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ വളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം ഇന്ന് കൊയ്യാൻ പോവാണ്. വിതയ്ക്കുന്നതും കൊഴിയുന്നതും വലിയ ഉത്സവമായിട്ടാണ്, വലിയ ആഘോഷമായിട്ടാണ്. ഇന്ന് നമ്മൾ ഈ പാടം കൊയ്തെടുക്കുന്നതും വലിയ കൊയ്ത്തുത്സവമായിട്ടാണ്. അതുകൊണ്ട് ആ കൊയ്ത്തുത്സവം ഇന്ന് നഷ്ടമായിട്ടുള്ള ആ കാഴ്ച പൊതുസമൂഹത്തിലേക്കും മറ്റു ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് വോക്സ് വിങ് ഏറ്റെടുത്തിട്ടുള്ളത്. വോക്സ് വിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ ഒരു പ്രയാസം നമ്മൾ പറഞ്ഞ സമയത്തിനധികം കുറച്ച് നേരത്തെ എത്തി. വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന നെല്ലുകൾ ഒരു ചെറിയ രൂപത്തിൽ മോശം വന്നിട്ടുണ്ട്, എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച സമയത്ത് അതിൽ വളം ചേർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ചെറിയ കീടനാശിനി പ്രയോഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നമാണ്. അത് പ്രശ്നമല്ല, അതിൻ്റെ അരി പ്രയാസമില്ലാതെ എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതുൽ നറുകര. കൃഷീൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ മാസ്കോട്ട് പാടത്താണുള്ളത്. നമ്മളെ പാടം തന്നെയാണ്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നറുകര എന്നുള്ളൊരു പ്രദേശത്തുള്ള നമ്മളൊരു 2 ഏക്കറിൽ തുടർച്ചയായിട്ട് 5 വർഷമായി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിൽ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ നെൽകൃഷിയാണ് ചെയ്യാറ്. 5 വർഷം മുന്നേ ഞങ്ങളൊരു സ്ഥലം തരുന്നപ്പോൾ ക്ലബിൻ്റെ അടുത്ത് തന്നെയുള്ള തരിശായി കിടക്കുന്ന ഒരു 2 ഏക്കറോളം വരുന്ന ഒരു ഭൂമി അത് പാട്ടത്തിനെടുത്ത് അതിന് വേണ്ട കൃഷിയോഗ്യമാക്കുകയും അതിനുശേഷം തുടർച്ചയായി 5 വർഷം ഞങ്ങൾ കൃഷി നടത്തിപ്പോയിരുന്നു. ആദ്യഘട്ടത്തിൽ നെൽകൃഷിക്ക് ശേഷം ഞങ്ങൾ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. ചീര, വെണ്ട, വെള്ളരി, അതുപോലെ ചെരങ്ങ, കുമ്പളങ്ങ, അങ്ങനെയുള്ള എല്ലാ ഇതും ഞങ്ങളവിടെ കൃഷി ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഇതിന് തുടക്കത്തിൽ ഇതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഞങ്ങളെ സഹായിക്കാറ് ഞങ്ങൾ ഷെയർ ഹോൾഡേഴ്സായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മളോട് സഹകരിക്കുന്ന, നമുക്ക് അതിനുള്ള ഊർജ്ജം തരുന്ന കുറേ അധികം ആളുകളുണ്ട്. രക്ഷാധികാരികളായിട്ടും ക്ലബ് അംഗങ്ങളായിട്ടും അതുപോലെ മറ്റും ഇതിനുവേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ, അവരെല്ലാം ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് നമ്മുടെ കൂടെ ചേരാറുണ്ട്. 1000 രൂപയുടെ ഒരു ഷെയർ എന്ന രീതിയിലാണ് ഞങ്ങളിതിന് പണം സ്വരൂപിക്കാറ്. ചില ആളുകൾ 2 ഷെയർ 3 ഷെയറൊക്കെ ചെയ്യും. ഇതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അവർ തരുന്ന തുകയ്ക്ക് കണക്കായി ആ രീതിയിൽ ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാറാണ് ചെയ്യാറ്. അതിനുശേഷം വരുന്ന ഇത് ഞങ്ങൾ മഞ്ചേരി മാർക്കറ്റിൽ അല്ലെങ്കിൽ മറ്റു നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും. കഴിഞ്ഞ തവണ 3-ാം വർഷമാണ് ഞങ്ങൾ ഇത് കിട്ടിയ നെല്ല് അരിയാക്കി നമ്മുടെ മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളിലും ജില്ലയ്ക്ക് പുറത്തും അപ്പോൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ നല്ലൊരു വിജയമായിട്ട് കരുതുന്നു. ജൈവ അരി എന്ന രീതിയിൽ ഞങ്ങൾക്കത് എത്തിക്കാൻ കഴിഞ്ഞു. ഈ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകളുണ്ടല്ലേ, ഈ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഈ പുതിയ തലമുറക്ക് കാണാൻ സാധിക്കാത്ത ഒന്നാണ്. പക്ഷേ ഈ കാർഷിക വിപ്ലവത്തെ, ഈ കാർഷിക മേഖലയെ തിരികെ പിടിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ഒരു കൂട്ടം യുവാക്കൾ. അവരെ എത്രമാത്രം അഭിനന്ദിക്കണമെന്നുള്ളത് നമുക്കറിയില്ല. ഈ കാണുന്ന അത്രയും ദൂരം 2 ഏക്കറോളം വരുന്ന ഈ പാടം വളരെ നല്ല രൂപത്തിൽ കൃഷിക്ക് അനുയോജ്യമാക്കുകയും അതിൽ നെല്ല് ചെയ്യുകയും കൃഷി ചെയ്യുകയും അത് കൊയ്തെടുത്ത് സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമാണ്. ആ യുവാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ഇവരൊരു 6 പേരാണ് കൊയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അവരാദ്യം ഈ കേട് വന്നിട്ടുള്ള 2 ഭാഗം പാടം അതാണ് അവരെന്ത് ചെയ്യുന്നത്, കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നത്.
നെല്ലിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ഈ കാലാവസ്ഥയിലും മറ്റും ഉണ്ടായിട്ടുള്ളൊരു ചെറിയ പ്രയാസമായിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കംപ്ലൈൻറ്റ് വന്ന കതിരുകൾ കൊയ്തെടുക്കാൻ ചെറിയ പ്രയാസമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പീഡായിട്ട് അവർക്ക് ചെയ്ത് തീർക്കാം എന്നുള്ളതാണ് അമ്മമാർ പറയുന്നത്. അവർ ഈ ഒരു കൊയ്യുന്ന ഈ ഒരു സമയം അവർക്ക് കിട്ടുന്ന ഒരു ജോലിയാണിത്. അത് കൃത്യമായിട്ട് എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നിരന്തരം ഈ പാടത്ത് കൊയ്യുന്ന വ്യക്തികളാണ് ഈ 6 പേര് എന്ന് പറയുന്നത്. അവർക്ക് 2 ദിവസം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ജോലി കൂടിയാണിത്. അവർ വളരെ രസകരമായിക്കൊണ്ടാണ് അത് ചെയ്ത് തീർക്കാറുള്ളത്. ഇതിലേറെ ആളുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള മാറ്റം അല്ലേ, കൊറോണ കാരണം നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റം കാരണം വലിയ രൂപത്തിലുള്ള ആഘോഷങ്ങളാക്കാൻ ഇത് മാസ്കോട്ടിന് സാധിച്ചിട്ടില്ല. എങ്കിലും അവിടെയുള്ള കുറച്ച് ആളുകൾ കൂടിക്കൊണ്ട് സാധാരണ ഉണ്ടാവുന്ന ആ പ്രൗഢി, അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടാത്ത രൂപത്തിൽ, അതിൻ്റെ ആ തനിമ ചോർന്നു പോവാത്ത രീതിയിൽ അവരതിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലൊക്കെ ഉള്ളൊരു സന്തോഷം അവിടെയുള്ള ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ ഇത് കൊയ്യാനും അതുപോലെ വിതയ്ക്കാനും ഞാറ് നടാനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി നിരന്തരമായി ഇടപെടാറുണ്ട് എന്നുള്ളതാണ് സത്യം. അതൊക്കെ അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും. മാത്രമല്ല ഇവിടെ കാണുന്ന ഒരു പ്രത്യേകതരം കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. തുമ്പികൾ ഈ കൊയ്തെടുത്ത ഭാഗങ്ങളിൽ നല്ല രൂപത്തിൽ തുമ്പികളെ കാണാം. തുമ്പികൾ ഒരു ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ കൊയ്യുന്ന ആ ഏരിയയിൽ ഒരുപാട് തുമ്പികളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ്. പിന്നെ മറ്റൊരു പ്രശ്നം, നമ്മൾ ഈ പ്രദേശത്ത് നന്നായിട്ട് തത്തകളും വെട്ടുകിളികളും മയിലുകളും നിരന്തരം നെല്ല് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നെൽക്കതിർ കൊത്തിയെടുത്ത് അവരുടെ ഭക്ഷണമാണല്ലോ, അവർക്ക് കൂടി വേണമല്ലോ. അപ്പോൾ ആ കിളികളെ ഒന്നും തന്നെ ഇവരെന്ത് ചെയ്യാറില്ല, അട്ടി ഓടിക്കാറൊന്നുമില്ല. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് അവരെന്ത് ചെയ്യുന്നത്, നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ പാടം, കൊയ്ത്ത് പൂർത്തിയാക്കിയ ആദ്യത്തെ ഭാഗം അവരതിലെ കറ്റകൾ മാറ്റുകയും അവിടെ പന്തലിടുകയും അതിനുശേഷം അവിടെ എന്ത് ചെയ്യും, ആ കറ്റകൾ അത് മെയ്തെടുത്ത് നെല്ല് വേറെയാക്കുന്ന അതിനുള്ള ഒരു സ്പേസ് ഏരിയ അവരത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, സെറ്റാക്കി വരും. എന്നിട്ട് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ നെല്ല് കൂട്ടിയിട്ട് ക്ലിയർ ചെയ്ത് എടുക്കുന്നത്. നമുക്ക് കാണാം ആ ആദ്യത്തെ പാടം എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, കൊയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ എന്ത് ചെയ്യും, ഒരു പന്തൽ കെട്ടും. ആ പന്തലിൻ്റെ ഉള്ളിൽ ഒരു കല്ല് വെച്ചിട്ട് ആ കല്ലിലാണ് ഈ കറ്റകൾ എന്ത് ചെയ്യാം, അടിച്ച് നെല്ല് വേറെ കറ്റ വേറെയാക്കി തിരിക്കുന്നത്. നമുക്ക് കാണാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് വേർതിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാം. ശക്തമായിട്ടുള്ള വെയിലാണ്. പക്ഷേ ആ വെയിലിനൊന്നും കൂസാതെയാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. തുമ്പികളും കിളികളും തത്തകളൊക്കെ കതിര് പൂർണ്ണമായിട്ടും കൊത്തിയെടുത്ത് പോകുന്നത് കാണാം. മുമ്പ് നമ്മൾ 2 വിള കൃഷി, നെൽകൃഷി എടുക്കും. പിന്നെ അതിനിടയ്ക്ക് ഒരു ഇടവിളയായിട്ട് പച്ചക്കറി എന്തെങ്കിലും എടുക്കും. അല്ലെങ്കിൽ നിലം കൂട്ടിയിട്ട് കായാൻ വേണ്ടിയിട്ട് കൂട്ടിയിടും. അപ്പോൾ അതിലുള്ള എല്ലാ ഒരുവിധം കേടുകളൊക്കെ അതിൽ തീരും. പിന്നെ രണ്ടാമത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കേട് കുറയും. പിന്നെ വളമ കുറച്ച് ചേർത്താൽ മതി. പിന്നെ മുൻകാലത്ത് ഈ പച്ചിലവളം കാലിവളം എല്ലാം ചേർത്തിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ കുറച്ച് കോഴിവളം ചേർക്കും, അല്ലെങ്കിൽ കുറച്ച് മിച്ചം അതെല്ലാം ചെയ്യുന്നു. അപ്പം മണ്ണിൽ അതിൻ്റെ ഫലപൂച്ച് ഭക്ഷണം നഷ്ടപ്പെട്ടു. അതാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ വരുന്ന കേടുകളിൽ 90%. ബാക്കി പിന്നെ നമ്മുടെ ചില കയ്പകളൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ നെല്ല് വലുതായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ രാസവളം കൊണ്ടു
ഇത് വലുതായിട്ട് രാസവളം കൊടുത്താൽ നെല്ലിന് കേടാം. കാരണം അത് ഈ പട്ട വലുതായിട്ട് ചെടി തണ്ട് വലുതായിട്ട് കവിളില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് കേടുകൾ കൂടും, പിന്നെ ഓലപ്പുഴ കൂടും. ഇതൊക്കെ ആ സമയത്ത് ചെയ്താൽ നെല്ലിന് തന്നെ ഇപ്പോൾ കുറഞ്ഞ ചെറിയ കാലം മുപ്പല്ലുള്ളൂ, അതായത് കുറഞ്ഞ കാലം മുപ്പാണല്ലോ. അപ്പോൾ അതിന് വെള്ളം ആദ്യം തന്നെ കൊടുക്കുക. പിന്നെ ചെറിയൊരു വളം നട്ട ഉടനെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ല എങ്കിലും നെല്ലുണ്ടാവും. പക്ഷേ ഈ വളം നമ്മൾ കൂടുതൽ പരിചരിക്കേണ്ടിടത്തോളം നെല്ല് കൂടുതൽ കേടുവരും. ആ പഴയ കാലത്തെ സ്വഭാവത്തിനനുസരിച്ചാണ് കേടുവരിക. അത് ഈ നില ഒഴുതിട്ട് അതിന് കാശിലിട്ടാൽ അത് നല്ലൊരു മണ്ണിന് ഫലം. വെയിൽ ചൂട് തട്ടിയിട്ട് അതിലുള്ള കീടങ്ങളൊക്കെ പോകും, തന്നെയല്ല മണ്ണിന് നല്ല ഒരു ഊർജം കിട്ടും. അങ്ങനെയുള്ള അതൊന്നും ഇപ്പോൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പം അതില്ല. ഇപ്പം നമ്മൾ കൊയ്തിട്ടാൽ അവിടെ കിടക്കും. എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ അവിടെ കിടക്കാനല്ല, പൂട്ടിയിടില്ല. പിന്നെ കൃഷിക്ക് ആവശ്യമാകുമ്പോഴേ ആ പൂട്ടിനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലം കിട്ടുന്നില്ല. അതൊന്നും കുഴപ്പം അല്ലാത്ത കുഴപ്പമൊന്നുമല്ല. പുതിയ തലമുറകൾ ഇത് കൊയ്യാനും അതേപോലെ അത് കെട്ടാനും ഒക്കെ അവർ തന്നെ മുന്നോട്ട് വരാറുണ്ട്. അവരെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഈ അമ്മമാർ കൃത്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞു തരികയും അത് കാണിച്ചു തരികയൊക്കെ ചെയ്യും. ഏകദേശം നമ്മൾ ഈ കേട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രയാസം വന്നിട്ടുള്ള നെല്ലുകൾ ആ ഭാഗം കൊയ്തെടുത്ത് പൂർത്തിയാവാറായി. ഇനി മറ്റു ഭാഗങ്ങളിലേക്ക് കയറും. ഇവർക്കുള്ള ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ മാസ്കോട്ടിൻ്റെ ക്ലബിലെ മെമ്പേഴ്സ് കഞ്ഞിയും പയറും ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അതിനിടയിൽ ഞാനും ഒന്ന് എന്ത് ചെയ്തു, കുറച്ച് നെല്ല് കൊയ്തെടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം കിട്ടുന്നത്. കൊയ്യുന്നതിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ അമ്മമാർ പറഞ്ഞു തന്നു. സ്പീഡ് കുറച്ച് കുറവാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുന്നത് കേൾക്കാം നമുക്ക്. എന്തായാലും വലിയ പേടിയുണ്ടായിരുന്നു. കത്തി വളരെ നല്ല മൂർച്ചയുള്ള കത്തിയാണത്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ അതിൻ്റെ പിന്നിലെ ഇത്തരത്തിലുള്ള എഫേർട്ടുകളെ പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അത് വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. വലിയ അധ്വാനമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ആ അധ്വാനത്തിൻ്റെ ഫലം അതാണ് നാം കഴിക്കുന്ന ചോറ്. അത് പലപ്പോഴും നമ്മൾ ഓർക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൊയ്യുന്നത്. വെട്ടി വിഴുങ്ങി തിന്നുക എന്നല്ലാതെ ഇത് പുതിയ അനുഭവമാണ്. എന്തായാലും മാസ്കോട്ടിന് വളരെ നന്ദി. താങ്ക് യു. പുത്തൂരോ വീട്ടിലേക്ക് ഗോവരെ ഗോമാകനാണിയാരം പൊണ്ണി ഗോമാകനാണിയാരം പൊണ്ണി ഗോമാകനാണോ യാരം പൊണ്ണി ഗോമാകനാണോ യാരം പൊണ്ണി രംബൂദരികാലയുന്നേറ്റോരി നരകാലയുന്നേറ്റോരി കുളികൂറി നാമം കായിച്ചാവേരോ ബടകാളി മൂത്ത
മുറ്റേറ്റോ വന്നിറങ്ങിയോ വടകാളി മുറ്റേറ്റോ വന്നിറങ്ങിയേ വടകാളി മുറ്റേറ്റോ മഹാനിറങ്ങിയേ വടകാളി മുറ്റേറ്റോ മഹാനിറങ്ങിയേ ഭൂമിയോ തോട്ടോ നെറുകേൽ വെച്ചോ ഭൂമിയോ തോട്ടോ നെറുകേൽ വെച്ചേ ഭൂമിയോ തോട്ടോ നെറുകേൽ വെച്ചോ അതറിഞ്ഞ് നടന്നപ്പുറത്ത് അങ്ങനല്ല അങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇതാണ് കൊയ്ത പുറത്താള് ഇത് പണ്ട് എങ്ങനെയായിരുന്നു എന്തിനായിരുന്നു ഇത് പണ്ട് നമ്മള് ഇത് കൊയ്ത് പുറത്താളുണ്ടായിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി പച്ച നെല്ലെടുക്കും. അല്ലെങ്കിൽ പിന്നെ പുറത്തൊക്കെ അടിക്കാൻ നമ്മളെ പുറത്തൊക്കെ ചെയ്തു. വീടിന്റെ മുന്നിൽ തൂക്കുന്നതാണല്ലേ? അതാണ് പുറത്താള്. പിന്നെ പുറത്താള് എന്നാ പറയാ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാശിനെടുക്കാം. കാശിനെടുക്കാൻ നെല്ലാക്കി പണ്ട് ജന്മിമാര് നമുക്ക് നെല്ല് തരൂല, ഇത് എടുത്ത് അങ്ങനെ ആയിരുന്നല്ലോ അല്ലേ? നമ്മൾ കൊയ്ത് കറ്റ കെട്ടിയത് കൊടുത്തിട്ട് 10 പറ അവർ എടുത്ത് 11ാമത്തെ പറത്തിന് അല്ല ചക്കാട്ടിട്ട് 12ാമത്തെ നമ്മൾ കൊയ്ത് കറ്റ കെട്ടി കൊണ്ടുപോയി. ഭയങ്കര പട്ടികളുടെ കാലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്താള് തന്നിട്ടുണ്ട്. ഇതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. വളരെ സന്തോഷമായിട്ടാണ് അവിടെ നിന്ന് പോരുന്നത്. കാരണം അവർ വളരെ നല്ല രൂപത്തിലാണ് നമ്മളോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നത്. പുറത്താൾ എന്ന് പറയുന്ന ഈ കൊയ്യുന്ന സമയത്ത് ആ കറ്റയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആ നെല്ലിൻ്റെ കഷ്ണങ്ങൾ, നെൽക്കതിരിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അതെടുത്ത് നമുക്ക് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്.